പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് മാർച്ച് 10 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. മിക്കവാറും എല്ലാ കോമ്പറ്റീഷനിലെ കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്, അത് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂസിൽ. അതുകൊണ്ട് നമ്മളെന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി അല്പം സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് മാർച്ച് 10 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ വിൻ ദി ചാമ്പ്യൻസ് ട്രോഫി 2025. 2025 ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടി. മിക്കവാറും എല്ലാ പത്രങ്ങളിലും ഇന്നത്തെ മെയിൻ പേജിലും അതുപോലെ തന്നെ സ്പോർട്സ് പേജിലെ ഒരു വാർത്തയാണ് ഇന്ത്യ വിൻ ദി ചാമ്പ്യൻസ് ട്രോഫി 2025. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 9 നടന്ന ഫൈനലിൽ ഇന്ത്യ ഏത് ടീമിനെതിരെയാണ് ചാമ്പ്യൻസ് ട്രോഫി നേടിയത്? ന്യൂസിലാൻഡ്. ഇന്നലെ മാർച്ച് 9 ഇന്നലെയായിരുന്നു ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരം. ഇതിൽ ന്യൂസിലാൻഡിൻ്റെ 252 എന്ന റൺസ് അത് 49 ഓവറിൽ തീർത്ത ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കരസ്ഥമാക്കി. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ 76 റൺസ് നേടിയ മികച്ച പ്രകടനത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രോഹിത് ശർമ്മ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള രോഹിത് ശർമ്മയാണ് ഇന്നലത്തെ മാച്ചിൽ 83 ബോളിൽ 76 റൺസ് നേടിക്കൊണ്ട് പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന ആ ഒരു അവാർഡ് നേടിയിട്ടുള്ളത്. ഇന്ത്യ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുള്ളത്. ഇന്ത്യ എത്ര തവണ ചാമ്പ്യൻസ് ട്രോഫി നേടി? 3 തവണ. ദ തേർഡ് ടൈം ആയിരുന്നു 2025 ഇന്ത്യയുടെ 3ാമത്തെ പ്രാവശ്യമാണ് ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഓസ്ട്രേലിയ ഇന്ത്യയായിരുന്നു സമനിലയിൽ, അതായത് 2 മത്സരങ്ങൾ ഓസ്ട്രേലിയയും 2 ഇന്ത്യ നേടിയിട്ടുള്ള ഇതിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ടീം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. ഇന്ത്യ 3 പ്രാവശ്യമാണ് ചാമ്പ്യൻസ് ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 മാർച്ച് 9 ചാമ്പ്യൻസ് ട്രോഫി 2025 ഫൈനൽ മത്സരം എവിടെയാണ് നടന്നത്? ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. ദുബായിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് 2025 ICC നടത്തുന്ന ചാമ്പ്യൻസ് ട്രോഫി നടന്നിട്ടുള്ളത്. ഇതിലാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2 വെന്യൂ ആയിരുന്നു, ഒന്ന് പാകിസ്ഥാനും മറ്റൊന്ന് ദുബായ്. ഫൈനൽ മത്സരമാണെങ്കിൽ ദുബായിൽ വെച്ചാണ്, ദുബായിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി നടന്നിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യാസ് 58th ടൈഗർ റിസർവ്. ഇന്ത്യയുടെ 58ാമത് ടൈഗർ റിസർവ്. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ മെയിൻ പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, അതായത് ഇന്ത്യയുടെ 58ാമത്തെ ടൈഗർ റിസർവ്. എവിടെയാണ് ഇന്ത്യയുടെ 58ാമത്തെ ടൈഗർ റിസർവ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 8 ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിച്ച ദേശീയ ഉദ്യാനം ഏതാണ്? മാധോ നാഷണൽ പാർക്ക്. മാധോ നാഷണൽ പാർക്ക് ആണ് ഇന്ത്യയിലെ 58ാമത്തെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഈ ഒരു പാർക്ക് ടൈഗർ റിസർവ്. ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്റ്റർ ഭൂപേന്ദർ യാദവ് ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ യൂണിയൻ എൻവയോൺമെന്റ് മിനിസ്റ്റർ ആണ് ഭൂപേന്ദർ യാദവ്. ഇദ്ദേഹമാണ് മാർച്ച് 8 പ്രഖ്യാപിച്ചത്, അതായത് മാധോ നാഷണൽ പാർക്ക് ഇത് ഇന്ത്യയുടെ 58ാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ 58ാമത്തെ ടൈഗർ റിസർവ് ഉള്ളത്. ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാർച്ച് 8 യൂണിയൻ മിനിസ്റ്റർ ഭൂപേന്ദർ യാദവ്. മധ്യപ്രദേശിൽ എത്ര ടൈഗർ റിസർവ് ഉണ്ട്? 9. മധ്യപ്രദേശിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണക്കനുസരിച്ച് ഇപ്പോൾ 9 ടൈഗർ റിസർവ്സ് ആണുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മാധോ നാഷണൽ പാർക്ക് ആണ് ഇന്ത്യയുടെ 58ാമത്തെ ടൈഗർ റിസർവ്. ഇത് മധ്യപ്രദേശിലാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, IIFA ഡിജിറ്റൽ അവാർഡ്സ് 2025. IIFA ഡിജിറ്റൽ അവാർഡുകൾ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ഫിലിമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡുകളിൽ ഏറ്റവും മികച്ച തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? അമർ സിംഗ് ചംകീല. അമർ സിംഗ് ചംകീല എന്ന ചിത്രം ഇതാണ് ഈ പ്രാവശ്യത്തെ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള ചിത്രം. 2025 ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡുകളിൽ ഒരു പ്രധാന വേഷത്തിലെ അഭിനയത്തിന് അർഹയായ സ്ത്രീയുടെ പേര് കീർത്തി സനോൺ ഫോർ ദോ പാർട്ടി. ദോ പാർട്ടി എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള കീർത്തി സനോൺ ആണ് ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് ഇതിൽ ബെസ്റ്റ് ആക്ട്രസ് എന്ന അവാർഡ് നേടിയിട്ടുള്ളത്. എന്നാൽ ഈ അവാർഡിൽ പ്രഖ്യാപിക്കുന്നത്
പെർഫോമൻസ് ഇൻ എ ലീഡിംഗ് റോൾ എന്ന ലെവലിലാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. 2025 ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡുകളിൽ ഒരു പ്രധാന വേഷത്തിലെ അഭിനയത്തിന് അർഹനായ പുരുഷന്റെ പേര് വിക്രാന്ത് മാസി ഫോർ സെക്ടർ 36. സെക്ടർ 36 എന്ന ചിത്രത്തിൽ അഭിനയിച്ച വിക്രാന്ത് മാസിയാണ് ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡിൽ ദ ബെസ്റ്റ് ആക്ടർ എന്ന അവാർഡ് നേടിയിട്ടുള്ളത്. ഇവിടെ പെർഫോമൻസ് ഇൻ എ ലീഡിംഗ് റോൾ എന്ന ആ ഒരു കാറ്റഗറിയിലാണ് അവാർഡ് നേടിയിട്ടുള്ളത്. 2 മേഖലയിലാണ് അവാർഡ്. ഒന്ന് ഫിലിമിലും അതുപോലെ തന്നെ സീരീസിലുമാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഫിലിമിലാണ് പെർഫോമൻസ് ഇൻ എ ലീഡിംഗ് റോൾ മെയിൽ ക്യാരക്ടറിനെ വിക്രാന്ത് മാസി അവാർഡ് നേടിയിട്ടുള്ളത്. 2025 ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് ദാനച്ചടങ്ങ് ഏത് നഗരത്തിലാണ് നടന്നത്? ജയ്പൂരിലാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ബെസ്റ്റ് ആക്ടർ ഫിലിം ആണെങ്കിൽ വിക്രാന്ത് മാസി, ബെസ്റ്റ് ആക്ട്രസ് ഇൻ ഫിലിം ആണെങ്കിൽ കീർത്തി സനോൻ ആണ്, ദ ബെസ്റ്റ് ഫിലിം ആണെങ്കിൽ അമർ സിംഗ് ചംകിലയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഗഗൻ ഗിൽ ഈസ്റ്റേൺ കെയർ എമംഗ് 23 ഹു റിസീവ്ഡ് സാഹിത്യ അക്കാദമി അവാർഡ്. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ 23 പേരിൽ ഗഗൻ ഗിൽ ഈസ്റ്റേൺ കെയർ. ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡിസംബറിലാണ്. എന്നാൽ ഈ അവാർഡ് ദാന ചടങ്ങ് നടന്നിട്ടുള്ളത് മാർച്ച് 8 നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മാർച്ച് 8 സാഹിത്യോത്സവ് ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് വേളയിൽ 2024 സാഹിത്യ അക്കാദമി അവാർഡ് കേരളത്തിൽ നിന്ന് ആർക്കാണ് ലഭിച്ചത്? കെ ജയകുമാർ, പിങ്കളകേശിനി കവിത. പിങ്കളകേശിനി എന്ന കവിത സമാഹാരത്തിനാണ് കെ ജയകുമാറിന് 2024 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ അവാർഡ് പ്രഖ്യാപിച്ചത് ഡിസംബറിലാണ്. എന്നാൽ മാർച്ച് 8 അതായത് സാഹിത്യോത്സവ് ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൽ ഈ അവാർഡ് ദാന ചടങ്ങ് നടന്നിട്ടുള്ളത്. 2025 മാർച്ച് 8 ഹിന്ദിയിൽ 2024 സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഗഗൻ ഗിൽ. 23 ഭാഷകളിൽ, ഹിന്ദിയിൽ ആണെങ്കിൽ ഗഗൻ ഗില്ലിനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2025 മാർച്ച് 8 ഇംഗ്ലീഷിൽ 2025 സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? നാഗ എഴുത്തുകാരി ഈസ്റ്റേൺ കെയർ. 23 ഭാഷകളിലെ ഇംഗ്ലീഷിൽ ലഭിച്ചിട്ടുള്ളത് നാഗാലാൻഡിലെ എഴുത്തുകാരിയായിട്ടുള്ള ഈസ്റ്റേൺ കിരേക്കാണ് സാഹിത്യ അക്കാദമി അവാർഡ് 2024 ഇംഗ്ലീഷിൽ ലഭിച്ചിട്ടുള്ളത്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യ ക്ലിൻസ് 5th ഏഷ്യൻ വിമൻസ് കബഡി ടൈറ്റിൽ ഡിഫീറ്റ് ഇറാൻ 32-25 ഇൻ ഫൈനലിൽ ഇറാനെ 32-25 എന്ന സ്കോറിനെ പരാജയപ്പെടുത്തി ഇന്ത്യ 5ാമത് ഏഷ്യൻ വനിതാ കബഡി കിരീടം നേടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. അതായത് ഇന്ത്യ 5ാമത്തെ പ്രാവശ്യം കബഡിയിൽ ഏഷ്യൻ വുമൻസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഏത് ടീമിനെതിരെയാണ് കിരീടം നേടിയത്? ഇറാൻ. ഇന്ത്യ 5ാമത്തെ പ്രാവശ്യമാണ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇറാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 32-25 എന്ന സ്കോറിനാണ് ഇറാനെ ഇന്ത്യ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വനിതാ ടീമിനെ നയിച്ചത് ആരാണ്? സൊണാലി ഷിംഗേറ്റ്. ഇന്ത്യയുടെ കബഡി ക്യാപ്റ്റൻ ആയിട്ടുള്ള സൊണാലി ഷിംഗേറ്റ് ആണ് ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുള്ളതും 5ാമത്തെ പ്രാവശ്യം ഇന്ത്യക്ക് ഈ ഒരു കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളതും. 6 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യ എത്ര തവണ ചാമ്പ്യൻഷിപ്പ് നേടി? 5 തവണ. ആകെ 6 പ്രാവശ്യമാണ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ഇതിൽ 5 പ്രാവശ്യം ഇന്ത്യയാണ് ഈ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 1 പ്രാവശ്യം സൗത്ത് കൊറിയയാണ്. ഒരു ലേറ്റസ്റ്റ് വാർത്തയാണ്. ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി ടു ബി റീനെയിംഡ് ആഫ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ്. ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കർണാടകയിലെ ഏത് സർവകലാശാലയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേരിലേക്ക് പുനർനാമകരണം ചെയ്തത്? ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കർണാടക പ്രഖ്യാപിച്ച ഒന്നാണ്. അതായത് ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റിയെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിൽ പുനർനാമകരണം ചെയ്തൊരു കാര്യം. ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള സിദ്ധരാമയ്യയാണ്. കർണാടകയുടെ 22ാമത്തെ ചീഫ് മിനിസ്റ്റർ ആണ് സിദ്ധരാമയ്യ. മൻമോഹൻ സിംഗിന്റെ പേര് വഹിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റി.
മൻമോഹൻ സിംഗിന്റെ പേരിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു പേര് നൽകിയിട്ടുള്ളത്. ഇത് കർണാടകയിലെ ബാംഗ്ലൂരു സിറ്റി യൂണിവേഴ്സിറ്റിയാണ് ഫോർമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിന്റെ പേരിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഒരു പുതിയൊരു പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളതും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത് ഏത് തീയതിയിലാണ്? ഡിസംബർ 26, 2024. അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 26 തീയതിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം അന്തരിച്ചത്. മുൻ പ്രധാനമന്ത്രിയും ചീഫ് എക്കോണമിസ്റ്റും ആയിരുന്ന വ്യക്തിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ കർണാടകയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേര് നൽകി ആദരിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, LIC റാങ്ക്ഡ് വേൾഡ് 3rd സ്ട്രോങ്ങസ്റ്റ് ഇൻഷുറൻസ് ബ്രാൻഡ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ 3ാമത്തെ ഇൻഷുറൻസ് ബ്രാൻഡായി LIC റാങ്ക് ചെയ്യപ്പെട്ടു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണിത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡുകളിൽ 3ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ ഏത് ബ്രാൻഡാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഗ്ലോബലി ഇപ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇൻഷുറൻസ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അത് 3ാമത്തേത് LIC ആണ്. ഇതിൽ ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള ഇൻഷുറൻസ് ബ്രാൻഡ് അത് പോളണ്ടിലെ PZU എന്ന ബ്രാൻഡ് ആണ്. 94.4 എന്ന സ്കോർ ആണ് നേടിയിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും ടോപ്പ് ലെവലിന് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ചൈന ലൈഫ് ഇൻഷുറൻസ് ആണ്. 93.5 എന്ന സ്കോർ നേടിയതും. 3ാമത്തേതാണ് LIC, 88 പോയിന്റ് ആണ് നേടിയിട്ടുള്ളത്. ടോപ്പ് 100 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 2 ഇൻഷുറൻസ് ബ്രാൻഡുകൾ ഏതാണ്? LICയും SBI ലൈഫ് ഇൻഷുറൻസ്. ആഗോളതലത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 100-നകത്ത് വന്നിട്ടുള്ള 2 ഇൻഷുറൻസ് കമ്പനികളാണ്. ഒന്ന് LICയും മറ്റൊന്ന് SBI ലൈഫ് ഇൻഷുറൻസും. ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡുകളിൽ SBI ലൈഫ് ഇൻഷുറൻസിന്റെ റാങ്ക് എന്താണ്? 76ാം റാങ്ക്. 3ാമത്തെ റാങ്ക് ആണ് LICക്ക്. എങ്കിൽ SBIക്ക് ആണെങ്കിൽ 76ാമത്തെ റാങ്ക് ആണ് നേടിയിട്ടുള്ളത് SBI. ഇന്നിപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബ്രാൻഡ് ആണ് പോളണ്ടിലെ PSU. രണ്ടാമത്തെ ചൈനീസ് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ 3ാമത്തേതാണ് LIC. നമ്മളിന്ന് 23 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റം നമ്മളെന്നും നമ്മുടെ എക്സാമിൽ നമുക്ക് അറിയാൻ സാധിക്കും. ജഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.